മഹാനവറുകൾ പെണ്ണെട്ടിയില്ല, കുടുംബജീവിതം നയിച്ചില്ല. എന്താ കാരണം? കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ പരലോകത്ത് അള്ളാഹുവിനോടുള്ള അടുപ്പത്തിനത് തടസ്സമാകുമോ എന്ന് ഭയന്നുന്ന ഒരു ശരിക്കുള്ള വലിയ അങ്ങനെ ഭയപ്പെടേണ്ടതുണ്ടോ? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് 3 സഹാബിമാര് കയറി വരികയാണ്. എന്താ അവരുടെ ആവശ്യം? അള്ളാന്റെ റസൂൽ എത്രയൊക്കെയാ നിസ്കരിക്കുക എന്നറിയണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയൊക്കെ നോമ്പെടുക്കുന്നുണ്ടെന്ന് അറിയണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാ വന്നത്. ചോദിച്ചറിഞ്ഞപ്പോ അവർക്ക് തോന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇത്രയൊക്കെ മതി, നബി തങ്ങൾ മഹാനാണ്, നമുക്ക് അത്രയൊന്നും പോരാ. ഒരാള് പറഞ്ഞു, ഞാനിനി എന്നും രാത്രി നിസ്കാരാണ്, ഉറങ്ങൂല. വേറൊരാള് പറഞ്ഞു, ഇനി എന്നും എനിക്ക് നോമ്പാണ്, നോമ്പില്ലാത്ത ദിവസം ഉണ്ടാവില്ല. വേറൊരാള് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കൂല. കല്യാണം കഴിച്ചാ പിന്നെ അള്ളാഹിനോടുള്ള അടുപ്പത്തിനും ഇബാദത്തിനൊക്കെ കുറവ് വരും, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞു. വിവരറിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഓ, നല്ല ഒറിജിനൽ 3 മുരീദുമാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണോ പറഞ്ഞത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതെ. എന്നാ നിങ്ങൾ മനസ്സിലാക്കിക്കോ, പടച്ചവനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ്. ഞാൻ രാത്രി ഉറങ്ങാറുമുണ്ട്, നിസ്കരിക്കാറുമുണ്ട്, എനിക്ക് ചില ദിവസം നോമ്പുണ്ട്, ചില ദിവസം എനിക്ക് നോമ്പില്ല. റമദാന്റെ കാര്യമല്ല പറയുന്നുട്ടോ, ഇനി അത് കേട്ടാരും തെറ്റിദ്ധരിക്കണ്ട. വേറുള്ള സുന്നത്ത് നോമ്പിന്റെ കാര്യ പറയുന്നത്. കിട്ടിപ്പോയി വഴു വെക്കാൻ പോയിട്ട് നബി തങ്ങൾ നോമ്പ് എടുക്കാതെയൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ ആരും വിചാരിക്കണ്ട. ഇത് സുന്നത്ത് നോമ്പിന്റെ കാര്യം പറയാം. 3ാമത്തെ ആളോട് പറഞ്ഞു, എന്ത്? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ മാർഗങ്ങളൊന്നും പോരാ, പടച്ചോനെ പേടിയുള്ള ഒരു കല്യാണം കഴിക്കാൻ പാടില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, അവൻ നമ്മിൽപ്പെട്ടവനല്ല. സഹാബത്തിനേക്കാണോ വലിയ ഔലിയാക്കൾ ഉണ്ടോ? ഇല്ല. സഹാബത്തിനേക്കാണോ വലിയ ഔലിയാക്കന്മാരില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു ഔലിയയാണ് വന്നിട്ട് പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കൂല. നബി തങ്ങൾ കേട്ടപ്പോ വെരി ഗുഡ്, അല്ലെങ്കിൽ അഹ്സൻത, നന്നായി എന്ന് പറഞ്ഞു? ഇല്ല. അങ്ങനെ പാടില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ പാടില്ല. കല്യാണം കഴിക്കണം, കുടുംബജീവിതം വേണം, ഒക്കെ വേണം. അത് അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിന് തടസ്സമാകും എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നത് ശരിയല്ല. വേറെന്തേലും കാരണം ഉണ്ടെങ്കിൽ കൊണ്ടിട്ടാതിരിക്കാം, ഇത് തകരാറൊന്നുമില്ല. പക്ഷെ പടച്ചവനിലേക്കുള്ള അടുപ്പത്തിനത് തടസ്സമാകും എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നത് വലിയൊരു തഖ്വയോ വലിയൊരു ഖുശൂഅോ ഒന്നുമല്ല എന്നാണ് നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, അത് പറഞ്ഞപ്പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നുമല്ല, കടിച്ചതിനേക്കാണ് വലുത് മാളത്തിൽ വരാൻ പോണ്. കേട്ടോ? എന്താ? ശരിക്കും മനസ്സിലായിക്കൊള്ളണം. ഇദ്ദേഹത്തിന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? ആരെ കണ്ടാലും മൂപ്പര് കണ്ടതും കേട്ടതും പറയുന്ന പട്ടി എന്ന് വിളിക്കും. നല്ല ഇബാദത്തല്ലേ? നല്ല ഇബാദത്ത്. ആരെങ്കിലും മൂപ്പരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ കണ്ടതും കേട്ടതും പറയുന്ന പട്ടി എന്നാ എല്ലാവരും വിളിക്കാം. നല്ല പേരാ. മാത്രല്ല, ഇത് എഴുതിയ മുസ്ലിയാർ പറയുന്നത്, മഹാനവറുകൾ അതാ പിന്നെ ജനങ്ങൾ തന്നിലേക്ക് അടുക്കാതിരിക്കാൻ പട്ടി പോലത്തെ ചില പദങ്ങൾ മഹാനവറുകൾ ഉപയോഗിക്കുമായിരുന്നു. അതിന്റെ രഹസ്യം നമുക്കറിയില്ല. നിങ്ങൾക്കറിയാം മൗലവി? ഞങ്ങൾക്കറിയാം അതിന്റെ രഹസ്യം. വിവരക്കേട്. മഹാനവറുകൾ പട്ടി എന്ന് വിളിക്കുക, അതിന്റെ രഹസ്യം നമുക്കറിയില്ല. അള്ളാന്റെ റസൂൽ ഒരാളെ കെൽബേന്ന് വിളിച്ചിട്ടുണ്ടോ? ഇതെന്താ ഔലിയെ? നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് തലക്ക് സുഖമില്ലെങ്കിൽ അള്ള കൊടുത്തു കൊടുക്കും. പക്ഷെ തലക്ക് സുഖമില്ലാത്ത മനുഷ്യന്മാരെ തലക്ക് സുഖമില്ലാതെ നടക്കാനും വിടൂല എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഔലിയ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് വലിയ ബുക്കാക്കി ഇത് പാരായണം ചെയ്ത കൂലിന്റെ നാം മുച്ചിത്തൂർ അമ്മരാജി പറഞ്ഞു. തുടക്കത്തിൽ എഴുതിയൊക്കെയാണെന്ത്? അവതാരിക. ആരാ അവതാരിക? മുച്ചിത്തൂര് അമ്മദാജി. എന്തായിരുന്നത്? ഔലിയായിന്റെ ചരിത്രങ്ങൾ സമുദായത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത് തീർച്ചയായും സാലിഹായ അമലുകളിൽപ്പെട്ടതാണ്. അവരുടെ ചരിത്രങ്ങൾ പാരായണം ചെയ്യുന്നതും പുണ്യകർമ്മമാണ്. ഈ ബുക്ക് വായിക്കുന്നത് വലിയ അമൽ സാലിഹാത്താണ്, നല്ല സൽക്കർമ്മമാണ്. പട്ടി ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഇവരെല്ലാവരും കണ്ടാലും അങ്ങനെ പട്ടി എന്ന് പറയും. ഈ ചില ആൾക്കാർ നാളെ പട്ടി എന്ന് മാത്രം വിളിച്ച് ക്ലിപ്പിടും. സൈൻസലി വിളിക്കുന്നുണ്ടോ പട്ടി? അതൊക്കെ അവിടെ നിർത്തിക്കാളി. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാ പറയുന്നത്. ഈ പദങ്ങൾ അപ്പുറം വിളിച്ചിട്ട് ചില ആൾക്കാർ ക്ലിപ്പിട്ടിട്ട് പറയും. ഹുസൈൻ സലഫിയുടെ സംസ്കാരം കണ്ടോ? പട്ടി എന്നാ പറയാ. എന്റെ സംസ്കാരമല്ല. ഇതിൽ നിങ്ങൾ എഴുതി വിട്ടത് വായിക്കാന്ന് മാത്രമാണ്.
ഇനി കേട്ടോ, ഇനി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇതിൽ പറയുന്നു, മഹാനവറുകൾ നിസ്കരിക്കുന്നത് ആരും കാണാറില്ല, അധികവും ഖബർസ്ഥാനിൽ പോയിട്ടാ കിടന്നുറങ്ങാറുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഖബർസ്ഥാനിൽ പോയി ഉറങ്ങാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇയാളുടെ ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ട് പറയുന്നത് എന്താണ്? അതേ, ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയുന്ന ഒരു പ്രത്യേകത എന്താ? മഹാനവറുകൾ കുളിക്കാറില്ല. മഹാനവറുകൾ കുളിക്കൂല. എപ്പോഴും മുഷിഞ്ഞ വേഷം, കുളിക്കുന്നതും വൃത്തിയാക്കുന്നതും ആരും കണ്ടിട്ടില്ല. പുകയില സദാ തവച്ചു തുപ്പിക്കൊണ്ടിരിക്കും. ഇതായിരുന്നു ഒറ്റനോട്ടത്തിൽ ശൈഖ് ബർദാൻ തങ്ങൾ. അക്കിമൂലരെ ഇതട്ടോ ഒട്ടേക്കാട് മഹല്ല് പ്രസിദ്ധീകരിക്കുകയാണ്, ഞാൻ പറയല്ല. ഒറ്റനോട്ടത്തിൽ ബർദാൻ തങ്ങൾ ആരാണ് ഈ മലപ്പുറത്തും ഷാർജയിലൊക്കെ കിടക്കണേ എനിക്ക് പഠിപ്പിച്ചു തരണമെങ്കിൽ ഒറ്റനോട്ടത്തിൽ മൂപ്പര് പറഞ്ഞാരാ? എപ്പോഴും മുഷിഞ്ഞ വേഷം, കുളിക്കൂല, അലക്കൂല, വൃത്തിയാക്കൂല, ആരും കണ്ടിട്ടില്ല. പുകയില സദാ ചവച്ച് തുപ്പിക്കൊണ്ടിരിക്കും. ഇതാണ് ഒറ്റ. അതുകൊണ്ട് മൂപ്പരിക്ക് വലിയ ഇഷ്ടമുള്ള സാധന പുകല. അവിടെ വലിയ നേർച്ച എന്താ? പുകല. ബർദാൻ തങ്ങൾക്കുള്ള നേർച്ച എന്താണ്? പുകയില. ഇന്നും മഹാന്റെ മഖാമിൽ നേർച്ചയായി എത്തുന്ന പുകയില. അതുപോലെ തന്നെ ഇളനീരും തേങ്ങയും. തെങ്ങിത്തോപ്പുകളിൽ എലിയുടെയോ മറ്റു കീടങ്ങളുടെയോ ശല്യം വർദ്ധിക്കുമ്പോൾ മഹാൻ ഇളനീരോ പുകയിലയോ നേർച്ചയാക്കുക മഹാനുമായി ബന്ധമുള്ളവരുടെ പതിവായിരുന്നു. എനിക്കേട്ടോ, ആരെങ്കിലും നേർച്ചയാക്കിയിട്ട് നേർച്ച അങ്ങ് എത്തിയിട്ടില്ലെങ്കിലോ, നേർച്ചയാക്കിയവൻ മറന്നാലും അല്ലാഹു മറക്കുകയില്ലല്ലോ. എന്നിട്ട് ആരെങ്കിലും നേർച്ചയാക്കിയിട്ട് ആ നേർച്ചയെങ്ങാനും മൂപ്പർക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ നേർച്ച മറന്നോ പട്ടി എന്ന് ഉടനെ ചോദിക്കും. എന്തൊരു കഷ്ടത്! ഒരു മനുഷ്യൻ നേർച്ചയാക്കി, പുകല നേർച്ചയാക്കി, എത്തിക്കാൻ കുറച്ച് വൈകി, അങ്ങാടിയിൽ നിന്ന് കണ്ടാ ഉടനെ പറയും നേർച്ച മറന്നോ പട്ടി എന്ന് ചോദിക്കും. അഞ്ചങ്ങാടിയിലല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്? ഈ സ്ഥലം അഞ്ചങ്ങാടിയല്ലേ? ഈ അങ്ങാടിയിലുണ്ടായ ഒരു സംഭവം, അങ്ങാടിയിലുണ്ടായതാ, ഞാൻ പറയല്ല. എനിക്കിതൊക്കെ മനസ്സിലാക്കി തന്നത് ആരാ? ഇവിടുത്തെ ആളുകളാണ്. ശരിക്കും മനസ്സിലായിക്കോളെ. ഹെഡിങ് എന്താ? മകളുടെ അസുഖം മാറിയപ്പോൾ നേർച്ച മറന്നോ പട്ടി. കേട്ടോളൂ. മഹാനവറുകളുടെ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതനായിരുന്നു ഹമീദ് മുസ്ലിയാർ. അക്കാലത്ത് വട്ടേക്കാട്ടുകാർ ഭൂരിഭാഗവും ഖുർആൻ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. പണ്ഡിതനായതുകൊണ്ട് തന്നെ ഉപ്പാപ്പയെക്കുറിച്ച് അദ്ദേഹം നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു. അക്കാലത്ത് ഗതാഗത സൗകര്യം വളരെ കുറവാണ്. രാത്രി വല്ല ഹോസ്പിറ്റലുകളിലും പോവേണ്ടി വന്നാൽ വലഞ്ഞത് തന്നെ. ഹമീദ് മുസ്ലിയാരുടെ മകൾക്ക് അസഹ്യമായ വയറുവേദന പിടിപെട്ടു. നേരം അർദ്ധരാത്രി ആയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആ സമയത്ത് സാധിക്കില്ല. അവർ വല്ലാതെ വിഷമിച്ചു. ശാന്തി ലഭിക്കാൻ ഒറ്റമൂലി അദ്ദേഹം കണ്ടെത്തി. ബർദാൻ തങ്ങൾക്ക് നേർച്ചയാക്കുക. എന്താ നേർച്ചയാക്കിയത്? ഞാൻ ബർദാൻ തങ്ങളെ കണ്ട ഒരു ചായ വാങ്ങിക്കൊടുക്കാൻ. ചെറിയ ചെലവാണ്. ബർദാൻ തങ്ങളെ കണ്ട ഞാനൊരു ചായ വാങ്ങിക്കൊടുക്കാൻ നേർച്ചയാക്കി. ശരി, നേർച്ചയാക്കി പറഞ്ഞപ്പോഴേക്ക്, വാക്കുകൾ പറഞ്ഞു തീർന്നപ്പോഴേക്ക് മകളുടെ വേദനയ്ക്ക് ശാന്തി ലഭിച്ചു തുടങ്ങി. നേരം പുലർന്നപ്പോൾ പൂർണ്ണ സമാധാനം ലഭിച്ചിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അഞ്ചങ്ങാടിയിൽ വെച്ച് ഹമീദ് മുസ്ലിയാർ ഉപ്പാപ്പയെ കണ്ട് സലാം പറഞ്ഞു നടന്നു നീങ്ങി. മകളുടെ അസുഖം മാറിയപ്പോൾ നേർച്ച മറന്നോ പട്ടി ഉപ്പാപ്പ വിളിച്ചു പറഞ്ഞു. ഹമീദ് മുസ്ലിയാർ അമ്പരന്നു. അദ്ദേഹത്തിന് തന്റെ നേർച്ചക്കാര്യം ഓർമ്മ വന്നു. നേർച്ചക്കടം വീട്ടി മറന്നതിൽ മഹാനവറുകളോട് ക്ഷമ ചോദിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ, ഇതിവിടെ വായിക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമുണ്ട്. പിന്നെ ഇന്നാട്ടിൽ ഇതൊന്ന് വായിക്കാഞ്ഞാലും വിഷമല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാള് ആ നിലക്ക് വിളിക്കൂല. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇങ്ങനെ ഒരാൾ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്ന ഒരാളെ ഏതായാലും നിസ്കരിക്കുന്നത് ആരും കാണൂല. ഉറപ്പന്നല്ല. പിന്നെ പണിയുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നിസ്കരിക്കണത് എന്തിനാ? ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്ന മനുഷ്യനെ ചീത്തയിൽ നിന്ന്, കമ്മാടിത്തത്തിൽ നിന്ന്, തോന്നിവാസത്തിൽ നിന്ന് നിസ്കാരം തടയുന്നു. അതിനിപ്പോ എന്താ കാര്യം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നിലക്ക് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ,
ഇങ്ങനെ ഒരാൾ ഔലിയാന്ന് വിശ്വസിക്കുക, എന്നിട്ട് ആ ഔലിയയുടെ പോലീസ് ഇതൊക്കെയാണെന്ന് പറയാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊരിക്കലും എന്താവൂല, ഒരു ശരിയായ നിലക്കുള്ള വിശ്വാസമായി മാറൂല. മൂപ്പര് ഹജ്ജിന് പോയി എന്നറിയുന്നുണ്ട്, അതെങ്ങനെ ആരും കാണാതെ ഹജ്ജ് ചെയ്തു. എങ്ങനെ? ഹജ്ജിന് വട്ടേക്കാട്ടുകാർ പോയപ്പോ അവിടെയും കണ്ടിട്ടുണ്ട്, അതേ അവസരത്തിൽ മൂപ്പര് ഇവിടെ അഞ്ചങ്ങാടിയിലും ഉണ്ട്. അപ്പൊ എന്തായി? അവിടെയുണ്ട്, ഇവിടെയുണ്ട്, മക്കത്തുണ്ട്, മുക്കത്തുണ്ട്, കുപ്പത്തുണ്ട്, കൊപ്പത്തുണ്ട്, കടവത്തൂരുണ്ട്, കൊടിയത്തൂരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. കാരണം ഇവർക്കൊരു തടിയല്ലല്ലോ, ഇവർക്കൊരു തടിയല്ല. എല്ലാ ഔലിയായിന്റെയും അംബിയായിന്റെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് കാണാത്ത സഹാബിമാരുണ്ടോ? അവിടുന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. അവിടുന്ന് ഹജ്ജിന് പോയപ്പോൾ മദീനയിലതാ പകരം ആളെ നിർത്തിയിട്ടാണ് റസൂലുള്ള മദീനത്തേക്ക് പോകുന്നത്, അത് മക്കയിലേക്ക് പോകുന്നത്. ഞാൻ ഹജ്ജിന് പോകുമ്പോ മദീനയിലും ഞാനുണ്ടാകും. ഞാൻ ഹജ്ജിന് പോയാലും കുഴപ്പമില്ല, മക്കത്തെ കാര്യവും മദീനത്തെ കാര്യവും ഒരുപോലെ നടത്താൻ എനിക്കൊരുപാട് തടിയുണ്ടെന്ന് നേതാവായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അവിടുന്ന് പുറത്തു പോകുമ്പോ പല കാര്യങ്ങൾക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമർ മക്തൂം അടക്കമുള്ള സഹാബത്തിനെ ഏൽപ്പിക്കാറില്ലേ? പല സഹാബത്തിനെയും ഏൽപ്പിച്ചുകൊണ്ടല്ലേ പോകാറുള്ളത്. അതേ, ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ഇവർ പഠിപ്പിക്കുന്ന വിശ്വാസം അനുസരിച്ച് നിസ്കരിക്കുന്നത് കാണൂല. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് പോലും ഇവര് പറയുന്നു, ശൈഖ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞുവത്രേ, യഖൂലൂന യാ ഹാദാ തറക്ത സലാതക വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത. മുഹീദ്ദീൻ ശൈഖിനോട് പോയിട്ട് ആളുകൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത്? ഇതുവരെ മുജാഹിദ് പറഞ്ഞിട്ടില്ല മുഹീദ്ദീൻ ശൈഖ് നിസ്കരിക്കൂല. ഇവരത് വിധിയെ, ഇവരത് എഴുതിയത്. മുഹീദ്ദീൻ ശൈഖിനോട് പോയിട്ട് ആൾക്കാർ ചോദിക്കുന്നു, എന്താ ശൈഖേ നിങ്ങൾ നിസ്കരിക്കാത്തത്? മുഹീദ്ദീൻ ശൈഖ് എന്താ മറുപടി കൊടുത്തത്? ഈ ചോദിക്കുന്ന ആളുകൾക്കുണ്ടോ വല്ല വിവരം? ഞാൻ എപ്പോഴും മക്കത്തുനിന്നല്ലേ നിസ്കരിക്കാറുള്ളത്. അത് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് മാത്രല്ല, എല്ലാരെ കുറിച്ച് ഒരു ധാരണയാണ്. മടവൂർ ഔലിയ നിസ്കരിക്കുന്നത് കണ്ടില്ല, എന്താ നിസ്കരിക്കാത്ത ചോദിച്ചപ്പോ എന്താ പറയുക? കൈ ഇങ്ങനെ കാണിച്ചെടുത്തു. അപ്പൊ കയ്യിലെന്താ? കയ്യിൽ കഅബയുടെ ഫോട്ടോ, കഅബയുടെ ചുറ്റും CM മടവൂരി ഇമാമത്തിനൊന്നും ഇങ്ങനെ നിസ്കരിക്കുന്നു കണ്ടില്ലേ? എന്താ ഇവരുടെ വിശ്വാസം? ഇങ്ങനത്തെ ഔലിയാക്കന്മാരിൽ നമ്മൾ വിശ്വസിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഔലിയാക്കളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഔലിയാക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തിയതുപോലെ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റബ്ബിന്റെ വഹി അനുസരിച്ച് പരിചയപ്പെടുത്തി തന്നതുപോലെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ചാലല്ലാതെ രക്ഷപ്പെടൂല. അത് വളരെ കണിശമാണ്, കൃത്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം, അവന്റെ റസൂലിൽ വിശ്വസിക്കണം, വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കണം. എന്തെങ്കിലും നാട്ടു നടപ്പോ, എന്തെങ്കിലും കേട്ടുകേൾവിയോ, എന്തെങ്കിലും കെട്ടുകഥകളോ, എന്തെങ്കിലും ഉമ്മാമ കഥകളോ, ആരെങ്കിലും പാടിയതോ എഴുതിയതോ പറഞ്ഞതോ അതല്ല മുസ്ലിമേ നമ്മുടെ പ്രമാണം. നമ്മുടെ പ്രമാണം പടച്ച റബ്ബിന്റെ വാക്കുകളാണ്. ആ പടച്ച റബ്ബിന്റെ വഹി കിട്ടിയിട്ട് മാത്രം നമ്മോട് ദീന് സംസാരിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളുമാണ്. മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കണം, അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കണം. അതേ, ആ നബി തങ്ങൾ പഠിപ്പിച്ച ഖബർ സിയാറത്താണോ ബർദാൻ തങ്ങളുടെ ഖബറുകൾ പോയാ ചെയ്യുന്നത്? ആ നബി പഠിപ്പിച്ച ഖബർ സിയാറത്തിനാണോ മണത്തലയിൽ ഹൈദറോസൂപ്പന്റെ അടുത്തേക്ക് പോകുന്നത്? ആ നബി തങ്ങൾ പഠിപ്പിച്ച സിയാറത്ത് ചെയ്യാനാണോ ചേറ്റുവയിലെ ഫക്കീർ പാപ്പാന്റെ അടുത്തേക്ക് പോകുന്നത്? ആ നബി തങ്ങൾ പഠിപ്പിച്ച സിയാറത്ത് ചെയ്യാനാണോ അജ്മീറിലെ ഹോജയുടെ അടുത്തേക്ക് പോകുന്നത്? പുത്തൻപള്ളിയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ അടുത്തേക്ക് പോകുന്നത്? അത് ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷയുടെ അടുത്തേക്ക് പോകുന്നത് ആ സിയാറത്തിന് വേണ്ടിയാണോ? മൊനമ്പത്ത് ബീവിയുടെ ജാറത്തിലേക്ക് പോകുന്നത് ആ സിയാറത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. സിയാറത്ത് ശരിയാണ്, ഖബർ സിയാറത്ത് ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചതാണ്. അതേ, മരണപ്പെട്ടവരെ അടക്കം ചെയ്തിട്ടുള്ള മഖ്ബറകൾ, ആ ഖബർസ്ഥാനിലേക്ക് നമ്മളൊക്കെ പോകേണ്ടതുണ്ട്. നമുക്കും മരിക്കണമല്ലോ എന്ന ചിന്ത വരാനും, എനിക്കും ഖബറിൽ കിടക്കണമല്ലോ എന്ന ബോധം വരാനും,
ആ മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്കുടെ പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവോട് തേടാനും അതേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ എന്ന് തുടങ്ങിയിട്ടുള്ള അതേ ദിക്റുകളും ദുആകളും അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യലും അതൊക്കെയല്ലേ സിയാറത്ത്? അതിനാണോ ബർദാന്തങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്? അതിനാണോ ഈ ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുന്നത്? അല്ല. അല്ലാഹുവേ ഇവരുടെയൊക്കെ പാപമൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയാനാണോ? അല്ലാഹുവേ ഇവരുടെയൊക്കെ ഖബറ് കണ്ടിട്ട് എനിക്കൊന്ന് മരണചിന്തയുണ്ടാകട്ടെ എന്ന് കരുതിയാണോ? അല്ല. കുട്ടിയില്ലാത്തവർക്ക് കുട്ടിനെ കിട്ടണം, അതേ ആൺകുട്ടികൾ മാത്രമുള്ളവർക്ക് പെണ്ണിനെ വേണം, പെണ്ണ് മാത്രമുള്ളവർക്ക് ആണിനെ വേണം, ഒരുപാട് കുട്ടികളില്ലാത്തവർ കുട്ടികൾ കാലമായി മോഹിച്ചിട്ട് കുട്ടി തീരെയില്ലാത്തവർക്ക് കുട്ടി വേണം, വിസ വേണം, ജോലി കയറ്റം വേണം, നല്ല പുതിയാപ്പിളയെ കിട്ടണം, നല്ല മരുമകനെ കിട്ടണം, നല്ല അമ്മായി അമ്മയെ കിട്ടണം, പലതാണ് പലർക്കും ആവശ്യം. എന്നിട്ട് ശുഹദാക്കളോട് പോയിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ നിങ്ങളുടെ മക്ബറയിലേക്ക് വരുന്നതും വരാതെ വിളിക്കുന്നതുമൊക്കെ എന്തിനാണ്? അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിരീനാ അഗീസൂനാ ഇദാ ഇസ്തദ്ദത് അലൈനാ കറാഇബു ലൈസ ഫീഹാ മൻ യഖീനാ. ശുഹദാക്കളെ, നിങ്ങളുടെ മക്ബറയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാകുവാനോ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് തേടുവാനോ ഒന്നുമല്ല. ഞങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് നിങ്ങളോട് സഹായം തേടാനാണ്. കാവലി തരണേ, രക്ഷ തരണേ, ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് നിങ്ങളല്ലാതെയില്ല. ഇത് പറയാനുള്ള ഒരു സിയാറത്ത് ഏത് ഖബറിലേക്ക് പോകാനാണ് മുത്തുനബി പഠിപ്പിച്ചത്? ആയത്തെവിടെ? ഹദീസെവിടെ? കാണൂല. അങ്ങനെയൊന്നും. ബുദ്ധിയുള്ളവര് ചിന്തിക്ക്, നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഒരു സിയാറത്തിലും രോഗശമനം വന്നാൽ ഖബറിടത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഒരിക്കലും അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഖബർ കെട്ടിപ്പടുത്തിയിട്ടില്ല, കുമ്മായമിട്ടിട്ടില്ല, പച്ചമൂടിയിട്ടില്ല, വിളക്ക് കൊളുത്തിയിട്ടില്ല, സാമ്പ്രാണിയും അതുപോലെ തന്നെ ചന്ദനത്തിരിയും പുകച്ചിട്ടില്ല, അങ്ങോട്ട് പുകല നേർച്ചയാക്കിയിട്ടില്ല, അങ്ങോട്ട് നാളികേരം നേർച്ചയാക്കിയിട്ടില്ല, അങ്ങോട്ട് അടക്ക നേർച്ചയാക്കിയിട്ടില്ല, അങ്ങോട്ട് കോഴി നേർച്ചയാക്കിയിട്ടില്ല. നേർച്ച മുഴുവൻ റബ്ബിന് വേണ്ടി, അവന്റെ കൂലിക്ക് വേണ്ടി. സിയാറത്തിന് പോയിക്കോ, അതിനെ വിധങ്ങൾ പഠിപ്പിച്ച ലക്ഷ്യത്തിന് വേണ്ടിയാണ് പോകേണ്ടത്. അതേ നൂറുകണക്കിന് ആളുകളെ മറമാടിയിട്ടുള്ള ഖബർസ്ഥാനുകളില്ലേ, പൊയ്ക്കോ മുസ്ലിമേ, സലാം ചൊല്ലിക്കോ, അവർക്ക് വേണ്ടി അല്ലാഹുവോട് തേടിക്കോ. ഉമ്മന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാനോട് പൊറുക്കണേ അല്ലാ, എന്റെ ഉപ്പാക്ക് പൊറുക്കണേ അല്ലാ. ഈ ഖബറിൽ കിടക്കുന്ന ഈ പള്ളിക്കാട്ടിലെ മഖ്ബറയിൽ കിടക്കുന്ന ആയിരങ്ങളുണ്ട് റബ്ബേ, അവരിൽ മുവഹ്ഹിദുകളായി മരണപ്പെട്ടു പോയ നിന്റെ അടിമകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. തേടിക്കോ മുസ്ലിമേ. ആരാ ശിർക്കാണെന്ന് പറഞ്ഞത്? ആരാ തെറ്റാണെന്ന് പറഞ്ഞത്? അതേ അവസരത്തിൽ ഖബർസ്ഥാനിൽ പോയിട്ടതാ ഖബറാളികൾക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നതിന് പകരമായി ഖബറാളികളെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്ന സിയാറത്ത് അത് ഇസ്ലാമിക സിയാറത്തല്ല, അത് അനിസ്ലാമിക സിയാറത്താണ്. അത് മുജാഹിദുകൾ എതിർക്കുന്നു, യാതൊരു സംശയവുമില്ല. എന്തേ കാരണം? ഞങ്ങളുടെ നേതാവിനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് ഇങ്ങനെ സിയാറത്ത് ചെയ്യാനാ പറഞ്ഞത്. നമ്മളെ നേതാവല്ലേ? ആ നേതാവിനോട് ഹുബ്ബുണ്ടോ? ആ നേതാവിനോട് ബഹുമാനമുണ്ടോ? ആ നേതാവിനോട് പിരിശമുണ്ടോ? ഉണ്ടെങ്കിൽ ആ നേതാവ് പറഞ്ഞതുപോലെ നടക്കണ്ടേ? ഉപ്പയോടെനിക്ക് സ്നേഹമാണെന്ന് അങ്ങാടിയിൽ വന്നൊരു മോൻ പറയുന്നു, ഉമ്മയോടെനിക്ക് വലിയ പിരിശമാണെന്നൊരു കുട്ടി അങ്ങാടിക്കാരോട് പറയുന്നു. വീട്ടിലെത്തിയാൽ ഇവിടെ വാ മോനെ എന്നുമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ചാൽ അങ്ങോട്ടോടുന്ന മോനാണെങ്കിൽ ഈ സ്നേഹം കറകളഞ്ഞതാണോ? കാപ്പറ്റ്യമല്ലേ ഉമ്മമാരെ, കാപ്പറ്റ്യമല്ലേ ഉപ്പമാരെ? സ്നേഹം ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹുവോട് സ്നേഹമുണ്ടോ? തഴ്സില്ലാഹ വ അൻ
أنت تظهر حبه هذا لعمري في القياس بديع لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. നീ അള്ളാനെ ധിക്കരിക്കുന്നു, എന്നിട്ട് നീ പറയുന്നു എനിക്ക് അള്ളാഹിനോട് സ്നേഹമാണെന്ന്. റസൂലുള്ളാഹിനെ നീ ധിക്കരിക്കുന്നു, വാക്കിൽ നീ പറയുന്നു എനിക്ക് എന്റെ നബിയോട് വലിയ സ്നേഹമാണെന്ന്. നിനക്ക് അള്ളയോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ അള്ള പറഞ്ഞതുപോലെ നടക്കണ്ടേ, റസൂല് പറഞ്ഞതുപോലെ നടക്കണ്ടേ. അത് നടക്കാതെ നബി പഠിപ്പിക്കാത്ത വിശ്വാസം വിശ്വസിക്കുന്നു, നബി പഠിപ്പിക്കാത്ത ആചാരം ആചരിക്കുന്നു, നബി പഠിപ്പിക്കാത്ത സംസ്കാരം കൊണ്ട് നടക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമല്ല. ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും ചിന്തിക്കും, ആലോചിക്കും പ്രിയപ്പെട്ടവരെ. ഇതൊരാള് വെറുതെ പറയുന്നതല്ല, നമുക്കൊക്കെ രക്ഷാമാർഗമായി പറയുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സിയാറത്തിൽ മുട്ടും വിളിയുണ്ടോ? തെറ്റുവയിലതാ ആന വരുന്നില്ലേ, ആന വിരണ്ടില്ലേ, ഒരുപാട് ആളുകളെ കൊന്നില്ലേ, ആനക്കെന്താ കുഴപ്പം എന്ന് സഖാഫി ചോദിക്കുന്നില്ലേ? ആനക്കെന്താ തകരാറെന്ന് ചോദിക്കുന്നില്ലേ? കുഴൽ വിളിക്കെന്താ തകരാറ്, മുട്ടും വിളിക്കെന്താ തകരാറ് ചോദിക്കുന്നില്ലേ? അതേ ചീനിമുട്ടില്ലേ? മണത്തലയിൽ ഐദ്രോസ് മൂപ്പന്റെ അടുത്തേക്കതാ ചീനിമുട്ടും മുട്ടിയിട്ട് വിവിധ പാട്ടുകളും പാടിയിട്ടല്ലേ ചെണ്ട മുട്ടിയിട്ട് സിയാറത്ത്. ആനയുണ്ട്, അമ്പാരിയുണ്ട്, വെഞ്ചാമരമുണ്ട്. ഇസ്ലാമിലെ സിയാറത്താണോ? നബിതങ്ങൾ പഠിപ്പിച്ച സിയാറത്തിൽ എവിടെയാണ് കൊട്ടും വിളിയും മുട്ടും വിളിയും? നബിതങ്ങൾ പഠിപ്പിച്ച സിയാറത്തിൽ ആന വരുന്നത് പോയിട്ടൊരു കുതിര വന്നോ, ഒരു കഴുതയെ കൊണ്ടുവന്നോ, ഈ ഒട്ടകത്തെ കൊണ്ടുവന്ന് മുട്ടുകുത്തിച്ചോ ഖബറിന്റെ മുമ്പിൽ? ഇല്ലല്ലോ. മഹാനായ നബി തങ്ങളുടെ ദീനാണോ ഉപ്പമാരെ ഉമ്മമാരെ നമുക്ക് വേണ്ടത്? അതോ ഈ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന ദീനാണോ വേണ്ടത്? വേഗത്തിൽ തീരുമാനമെടുത്തോളണം. ഇന്ന് മരിച്ചാൽ നാളെ നമ്മുടെ ഖബറിൽ മുസ്ലിയാക്കളില്ല, മഹ്ശറിൽ മുസ്ലിയാക്കളില്ല. നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഈമാനാണ്, നമ്മുടെ സൽക്കർമ്മമാണ്. ഇതാർക്കാ മനസ്സിലാവാത്തത്? ഇതാർക്കാ ചിന്തിച്ചാൽ പിടികിട്ടാത്തത്? ആ മഹാനായ നബി തങ്ങളോട് സ്നേഹമുണ്ടോ? അവിടുത്തെ പേരിൽ നുണ പറയരുത്. അവിടുത്തെ പേരിൽ നുണ പറയുന്നത് മറ്റുള്ളവരുടെ പേരിൽ നുണ പറയുന്നതിനേക്കാൾ ഗൗരവമാണ്. ആരുടെ പേരിലും നുണ പറയാൻ മുസ്ലിമിന് പറ്റില്ലല്ലോ. അത് നബിതങ്ങളുടെ പേരിലാകുമ്പോൾ ഗൗരവം കൂടുകയാണ്. കാരണം നബിതങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞാൽ അത് അള്ളാന്റെ പേരിൽ കള്ളം പറയലാണ്. കാരണം നബിതങ്ങൾ എന്തൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദീനിന്റെ കാര്യമാകുമ്പോൾ ആ അള്ള പറഞ്ഞു കൊടുത്തിട്ടാ പറയുന്നത്. അത് നബിതങ്ങൾ പറഞ്ഞ ഒരു പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ള പറയാത്തത് പറഞ്ഞു എന്ന് പറയലല്ലേ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിച്ചോ. മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ, മനഃപൂർവ്വം എന്റെ പേരിൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ നരകത്തിയില്ലവന്റെ സീറ്റവൻ എത്രയും വേഗം റിസർവ് ചെയ്യട്ടെ. അവനത് കിട്ടിക്കഴിഞ്ഞു. നേതാവായ റസൂലുള്ള ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകുന്നു. ആർക്കെങ്കിലും പൂതിയുണ്ടോ നരകത്തിൽ പോകണം? എന്നാ കളവ് പറഞ്ഞോളി. ആർക്കെങ്കിലും പൂതിയുണ്ടോ നരകത്തിൽ പോകരുതെന്ന്? എന്നാ നബിതങ്ങളുടെ പേരിൽ ഇല്ലാത്തത് പറയരുത്. നബിതങ്ങൾ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറയരുത്. നബിതങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയരുത്. നബിതങ്ങൾ അംഗീകരിക്കാത്ത ഒരു കാര്യം അംഗീകരിച്ചു എന്ന് കള്ളം പറയരുത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലാത്ത അവിടുത്തെ ശരീരത്തിന്റെയോ ശരീരം തൊട്ടതോ ആയ ഒരു സാധനവും അവിടുത്തേതാണ് എന്ന് പറയരുത്. നബിതങ്ങളുടെ മുടിയല്ലാത്തത് നബിതങ്ങളുടെ മുടിയാണെന്ന് പറയരുത്. നബിതങ്ങൾ ഉപയോഗിച്ച വാളല്ലാത്ത ഒന്നിനെ കുറിച്ച് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാളാണെന്ന് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജുബ്ബയല്ലാത്ത ഒന്നിനെ കുറിച്ച് ഇത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജുബ്ബയാണെന്ന് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ചെരുപ്പല്ലാത്ത ഒന്നിനെ കുറിച്ച് ഇത് റസൂലുള്ളാഹിന്റെ ചെരുപ്പാണെന്ന് പറയരുത്. അതേ
ഏത് കാര്യവും പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലാണ് പറയുന്നതെങ്കിൽ നബി തങ്ങളിൽ നിന്ന് ആര് കേട്ടു എന്ന് പറയണം, അവിടെ നിന്ന് ആര് കേട്ടു എന്ന് പറയണം. അങ്ങനെയതാ വിശ്വാസയോഗ്യരായ ആളുകളുടെ പരമ്പര വേണം. ആ പരമ്പര നമുക്ക് കിട്ടണം. അതിനാണ് സനദെന്ന് പറയുന്നത്. സനദില്ലാതിരുന്നാൽ അൽഇസ്നാദു ബിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. നാദാപുരം ഖണ്ഡനത്തിലെ 8ാമത്തെ ഖണ്ഡനം കേട്ടിട്ടുള്ള സഹോദരന്മാരുണ്ടാവില്ലേ? അന്ന് വളരെ വിശദമായി സമുദായത്തോട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഏത് കാര്യത്തിനും പരമ്പര വേണം. സനദില്ലാതെ തോന്നിയതുപോലെ പറയാൻ സമ്മതിക്കൂല. അത് ദീനിന്റെ അടിസ്ഥാനപരമായ നിയമമാണെന്ന് ഈ സമുദായം പഠിക്കേണ്ടതല്ലേ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ എന്തെന്ന് പറഞ്ഞാലും വിശ്വാസയോഗ്യരായ ആളുകളുള്ള സനദ് മുത്തസിലായ ഇടയ്ക്ക് കണ്ണികൾ വെച്ച് പോകാത്ത അതേ നല്ല പരമ്പര വേണം. അല്ലാത്തത് സ്വീകരിക്കാൻ പറ്റൂലെന്ന് മുജാഹിദുകൾ എന്നും പറയാറുണ്ട്. ഇപ്പോ പലരും അത് പറയാൻ തുടങ്ങി. നബി തങ്ങളതാണെന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇമാം ബുഖാരി തങ്ങൾക്ക് പറഞ്ഞാൽ മതി, തങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇമാം ബുഖാരിനെ ആരാണെന്ന് ചരിത്രം അറിയാം. അഹമ്മദിന്റെ ചരിത്രമല്ല, അബൂബക്കറിന്റെ ചരിത്രമല്ല, ഇമാം ബുഖാരിന്റെ ചരിത്രം. ആ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പോലും. എന്തിനാ ഈ സനത് ഇത്രയേറെ വിഷമിച്ചുണ്ടാക്കണം? ഒരാള് ഇടത്ത് ഭാഗത്ത് തുപ്പലിന് പകരം വലത് ഭാഗത്തേക്ക് തുപ്പിയ ആളുടെ പോലും അയാളെ ഈ സനദിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ടല്ലേ കളവും 100 കളവും 1000 കളവും പറയുന്നയാളെ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ വളരെ ശക്തമായ സനദിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്ക്, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് അതിശക്തമായ സനദിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറ്റാത്തയാളാണെങ്കിൽ, വളരെ ചെറിയ നിലയിൽ എന്തെങ്കിലും ഒരു മുഴഫിന്റെ ഇല്ലത്തുണ്ടെങ്കിൽ അയാളെ തള്ളി. ഹദീസ് സഹീഹാണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല. ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഹദീസ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഈ ഇടയ്ക്കുള്ളയാൾ മോശക്കാരനായാൽ ആ സനദ് ശരിയല്ലാത്തത് കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം, ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാത്ത ഹദീസ് എന്നല്ല അർത്ഥം. മറിച്ച് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പരമ്പരയിൽ ഒരാൾ മോശക്കാരനുണ്ട്, ചെറിയ മോശം എന്തെങ്കിലും മതി, എന്നാൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അങ്ങനെ അത്ര കണിശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന് സനദ് വേണം. എന്തേ കാരണം? കാന്തപുരത്തിനൊരു മുടി കിട്ടി. ആദ്യം ഒരു മുടി കിട്ടി, പിന്നെയും ഒരു മുടി കിട്ടി. മുടി കിട്ടിയപ്പോൾ ചോദിച്ചു സനദെവിടെ? സനദെവിടെ ചോദിച്ചു. ആരാ ചോദിച്ചത്? മുജാഹിദുകളിൽ നിന്നും ചോദിക്കുന്നു. പക്ഷേ മുജാഹിദുകളല്ലാത്ത ഈ സുന്നികൾ എന്ന് പറയുന്ന സമസ്തക്കാരും ചോദിക്കാൻ തുടങ്ങി. കാന്തപുരത്തിന്റെ ഈ ചെമ്മാടിത്തത്തിന് ഈ സുന്നികളും കൂട്ടില്ല, ഒരു മനുഷ്യനെയും കൂട്ടുകിട്ടിയിട്ടില്ല. ഈ ചെമ്മാടിത്തം റസൂലുള്ളാഹിയുടെ പേരിൽ കച്ചുകെട്ടി നുണ പറയുന്ന ആ മനുഷ്യന് കൂട്ടുകിട്ടാൻ ഒരു മതസംഘടനയും കിട്ടിയിട്ടില്ല. ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് ചില്ലറയില്ല കാര്യം. ആരെങ്കിലും 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുന്നതിൽ നമുക്ക് വിഷയമല്ല. 40ന്റെയോ 400ന്റെയോ പള്ളിയോ അമ്പലമോ ചർച്ചോ കെട്ടിടമോ നിങ്ങൾ ഉണ്ടാക്കിക്കോ, ആർക്കാ തകരാറ്? കാശുണ്ടെങ്കിൽ ഉണ്ടായിക്കോ, ആർക്കാ തകരാറ്? പക്ഷേ അതൊരു മുസ്ലിം അവന്റെ സ്വന്തം ശരീരത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ലോകത്തുള്ള എല്ലാവരേക്കാളും സ്നേഹിക്കേണ്ടുന്ന കരളിന്റെ കഷ്ടമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നുണ പറഞ്ഞുകൊണ്ടൊരു കെട്ടിടം ഉണ്ടാക്കണ്ട. ഇതേ മുജാഹിദുകൾ പറയുന്നുള്ളൂ. നബി തങ്ങളുടെ മുടിയാന്ന് പറയാ, എന്നിട്ട് മുടി ബിസിനസ്. മുടി സൂക്ഷിക്കാനൊരു പള്ളി എന്ന് പറഞ്ഞിട്ടതാ കൂപ്പൺ വിൽക്കുന്ന മാർക്കറ്റുകളിലൂടെ 1000 രൂപക്കൊരു കൂപ്പൺ നൽകിയിട്ട് അതേ 4 ലക്ഷം ആളുകളിൽ നിന്ന് 40 കോടി സംഭരിക്കാനാണ് തീരുമാനമെന്നറിയുന്നു. അതെ, നിങ്ങൾ കെട്ടിടമുണ്ടാക്കിക്കോ, ബിൽഡിംഗ് ഉണ്ടാക്കിക്കോ, പക്ഷേ അവിടെ സ്ഥാപിച്ച മുടി ഞങ്ങളെ നേതാവിന്റെ മുടിയാണെന്ന് പറയാൻ അതേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിമും സമ്മതിക്കൂല. ഏതെങ്കിലും മുടി കൊടുന്നിട്ട് എവിടുന്ന് ബാർബർ ഷോപ്പ് എന്ന് കൊടുന്നതോ ഏതെങ്കിലും അറബി പെണ്ണിന്റെ മുടിയോ ഒക്കെ നിങ്ങൾ വെച്ചോ, ഈ സ്വന്തം മുടിയോ സ്വന്തം ഭാര്യയുടെ മുടിയോ ഏതും വെച്ചോ, വിരോധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറയരുത്. അവിടുത്തെ മുടിയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? കൊണ്ടുവാ സനദ്, കൊണ്ടുവാ. നബി തങ്ങൾ ആർക്കാ കൊടുത്തത്? അവിടുന്ന് ആർക്കാ കിട്ടിയത്? അവിടുന്ന് ആർക്കാ കിട്ടിയത്? അങ്ങനെ 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 ഇങ്ങനെ ആരിലൂടെ കൈമാറിയിട്ടാ മുടി വന്നത് എന്ന് പറയാൻ സാധിച്ചോ? ചോദിച്ചില്ലേ? ചോദിച്ചപ്പോൾ പറഞ്ഞു വ്യക്തമായ സനദിത എന്ന് പറഞ്ഞുകൊണ്ട് മർക്കസിലെ സമ്മേളനത്തിൽ വായിച്ചു. فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد بن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي. തട്ടിപ്പല്ലേ നടത്തിയത്? വായിച്ചത് പരമ്പരയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? വായിച്ചത് ഒരു അറബിയുടെ കുടുംബത്തിന്റെ പരമ്പരയായിരുന്നു, മുടി കിട്ടിയ പരമ്പരയല്ല. അന്ന് പറഞ്ഞു തന്നെ സനത്. കുറച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് സനതല്ല. സനതല്ലാന്ന് മനസ്സിലായപ്പോ പറയുന്നു എന്ത്? സനത് ചോദിക്കാൻ പറ്റൂല, സനത് ചോദിക്കാൻ പറ്റൂല എന്ന് പറയുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? എന്തിനു ഇപ്പൊ സനത് ചോദിച്ചിട്ടാ നമ്മൾ ചെയ്യേണ്ടത് എന്നാ ചോദിക്കുന്നത്, പരിഹസിക്കുന്നു. അതിന് മൂപ്പരൊരു ഉദാഹരണം പറയുന്നുണ്ട്. പേരോട് മുസ്ലിയാരൊരു ഉദാഹരണം ചോദിക്കുന്നു. എന്താ? അതേ ഹോസ്പിറ്റലുകളിൽ ഉമ്മാരി പോയിട്ട് പ്രസവിക്കുമ്പോ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവില്ലേ? ലേബർ റൂമിൽ ഒരുപാട് പെണ്ണുങ്ങളില്ലേ? അവിടെ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞൊരു കുട്ടിയെ നേഴ്സ് കൊണ്ടുവന്ന് തന്നാൽ ഈ നേഴ്സ് തഹജ്ജുദ് നിസ്കരിക്കണം, മുത്തഖിയൊന്നുമല്ലല്ലോ. ആ പെണ്ണ് പറഞ്ഞത് വിശ്വസിച്ചിട്ട് നിങ്ങൾ കുട്ടിയെയും കൊണ്ടുവരലല്ലേ പതിവുള്ളത്? ആ പെണ്ണ് പറഞ്ഞത് വിശ്വസിച്ചിട്ട് നിങ്ങൾ കുട്ടിയെയും കൊണ്ടുവരലല്ലേ പതിവുള്ളത്? ഇതാണ് മൂപ്പരുടെ ചോദ്യം. ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തഖിയായ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ കൊണ്ടുതന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതും. ഇനി സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞാലോ ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? രണ്ടാണില്ലാതെ എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? ഈ ചോദ്യത്തിനതാ രസകരമായി അമ്പലക്കടവ് ഒരു മറുപടിയും പറയുന്നുണ്ട്. അമ്പലക്കടവാരാ? അതെ, ഈ കെ സുന്നികളുടെ നേതാവാണ്, ഈ കെ സമസ്തയുടെ നേതാവാണ്. ഇവർ രണ്ടു കൂട്ടരും അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുമാണ് കേട്ടോ. മനസ്സിലാക്കണം. ഈ കെ സുന്നികളുടെ സമസ്തയുടെ നേതാവ് പറയുന്നുവെന്ത്? സനത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, സനത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? കാന്തപുരത്തോട് നമ്മൾ ഈ മുടിയുടെ പരമ്പര ഒന്ന് കൈമാറണം, പറഞ്ഞു തരണമെന്ന് മാന്യമായ ഇസ്ലാമിക നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഈ പേരോട് ഇതിന് മറുപടി പറയുന്നത്, എന്തിനാണ് നിങ്ങൾ സനത് ചോദിക്കുന്നത്? എന്താ പരമ്പരന്റെ ആവശ്യം? നിങ്ങളെ ഭാര്യയെ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവിടെ ലേബർ റൂമിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്തു പോയി, കുട്ടിനെ കൊണ്ടുവന്നു, സിസ്റ്റർ കൊണ്ടുവന്നു തന്നു. ഈ കുട്ടി നിങ്ങൾ സനത് ചോദിക്കുമോ എന്നാണ് ചോദിക്കുന്നത്? അത് മുത്തഖിയായ പെണ്ണാണോ? ആ പെണ്ണാണെങ്കിൽ തന്നെ സാക്ഷി മതിയോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, വളരെ കൃത്യമായി നമ്മളെ ഭാര്യമാരൊക്കെ പ്രസവിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, ആ ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോയി പ്രസവിച്ചാൽ ആ കുട്ടിക്ക് പ്രസവിച്ച സമയത്ത് തന്നെ ആ കുട്ടിയുടെ മാതാവിന്റെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരു വളയം ആ കുട്ടിയുടെ കയ്യിൽ ധരിപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു സംശയമല്ല ഇങ്ങനത്തെ ഹോസ്പിറ്റൽ ലേബർ റൂമിൽ കൊണ്ടുപോകാറുള്ളത്. സാക്ഷാൽ പേരോടിന്റെ ഭാര്യയെ കൊണ്ടുപോയി പ്രസവി സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുക്കുന്ന സംവിധാനം ഇല്ലെങ്കിൽ പേരോടിന്റെ മക്കളെ DNA ടെസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ചില ദിവസങ്ങളിൽ പരിഹസിക്കുക. ഞങ്ങൾക്കൊക്കെ ലേബർ റൂമിൽ ഞങ്ങളുടെ ഭാര്യമാരെ കൊണ്ടുപോയി കിടത്തിയാൽ ഭാര്യ പ്രസവിച്ച കുട്ടിയെ മാറാറില്ല. പ്രസവിച്ച ഉടനെ കുട്ടിയുടെ കയ്യിൽ ഒരു വളയം ധരിപ്പിക്കാറുണ്ട്. ആ സ്റ്റിക്കർ കൊണ്ടുവന്നിട്ടാണ് ഇന്നയാളുടെ ബേബിയാണെന്ന് എഴുതി വെക്കാറുണ്ട്. ആ കുട്ടിയെയാണ് ഞങ്ങൾക്കൊക്കെ കിട്ടിയത്. അതേ അവസരത്തിൽ മുസ്ലിയാരെ, നിങ്ങളുടെ ഭാര്യ ലേബർ റൂമിൽ നിന്ന് പ്രസവിച്ചപ്പോ ആ സംവിധാനം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നഴ്സുമാര് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഒന്ന് DNA ടെസ്റ്റിന് വിധേയമാക്കണേ. പേരോടിനോട് ഈ പൈസ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. നോക്കണം, പേര് തമ്മിലുള്ള കളിയാ, നിങ്ങൾ മനസ്സിലാക്കണം. അതേമാതിരി പരിശോധിക്കുന്നുവെന്ത്
ചോദിക്കുന്നു, ഹോട്ടലിൽ കയറിയിട്ട് ഇറച്ചി കൊണ്ടുവന്ന അതിന്റെ സനത് എവിടെയെന്ന് ചോദിച്ചിട്ടാണോ തിന്നലീര്? ഏയ് സനതുണ്ടോ? ആരാർത്തത്? അയാൾ മുസ്ലിമാണോ എങ്ങനെയാണോ ഒക്കെ സനതുണ്ടോ? എവിടെ നിന്ന് കിട്ടി? ഏത് പോത്താണ്? ആരുടെ പോത്ത്? അയാളുടെ വാപ്പന്റെ പോത്ത്? ഇങ്ങനെ പറഞ്ഞിട്ട് സനത് ചോദിക്കലുണ്ടോ? ഇങ്ങനെയുണ്ടോ ഒരു സനത് ചോദിക്കല്? അപ്പൊ ഇവര് മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? ഇസ്ലാമിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇസ്ലാമിലെ ഒരു വിശ്വാസം, ഇസ്ലാമിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര വില ഉള്ളൂ? ഒരു ബിസ്മില്ലാ സ്റ്റാളിൽ കയറിയിട്ട് ഒരു പോത്തിറച്ചി തിന്നണ വില. ഇതാ ഇസ്ലാം.